ആനി രാജയ്ക്കെതിരെ CPI സംസ്ഥാന നേതൃത്വം പരസ്യ പ്രസ്താവനകൾ നടത്തുന്ന ആനി രാജയുടെ നടപടിയെ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര നേതൃത്വത്തിന് ബിനോയ് വിശ്വം കത്ത് നൽകി. വിവാദ വിഷയങ്ങളിൽ സംസ്ഥാന ഘടകത്തിനൊപ്പം നിൽക്കണമെന്നും കത്തിൽ പറയുന്നു. അതേസമയം വാർത്ത നിഷേധിച്ച് ബിനോയ് വിശ്വം രംഗത്തെത്തി. വിവരങ്ങളുമായി ഡോക്ടർ പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ഈ ആനി രാജയുടെ നിലപാടുകൾ BJP സംസ്ഥാന ഘടകത്തിന് എന്നും തലവേദനയായിട്ടാണ് വരുന്നത്. ഇപ്പോൾ എന്താണ് ഇത്തരത്തിലൊരു പ്രകോപനത്തിന് കാരണം? ആനി രാജയുടെ ഏത് പ്രസ്താവനയാണ് ഇപ്പോൾ CPI സംസ്ഥാന ഘടകത്തിന് രസിക്കാതെ വന്നിട്ടുള്ളത്? അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലൊരു പരാതിയുമായി മുമ്പിലേക്ക് പോയത്. പ്രശാന്ത്. വിനോദ്, അല്പസമയം മുമ്പ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ വാർത്ത നിഷേധിച്ചിരുന്നു. അത്തരത്തിലൊരു കത്ത് നൽകിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ പോലും ഇത് മാധ്യമ സൃഷ്ടിയാണ് എന്നാണ് ബിനോയ് വിശ്വം നേരത്തെ പറഞ്ഞ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതായത് ഇത്തരം വാർത്തകൾ മാധ്യമങ്ങൾ ചമച്ചുവിടുന്ന വാർത്തകൾ എന്ന രീതിയിലാണ് ബിനോയ് വിശ്വം ഇതിനോട് പ്രതികരിച്ചത്. എന്നാൽ കത്ത് തന്നെ നൽകിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടില്ല. എന്തായാലും ആനി രാജ ഈ അടുത്ത സമയത്തുണ്ടായിട്ടുള്ള പ്രതികരണങ്ങളെല്ലാം പരാമർശങ്ങളെല്ലാം സംസ്ഥാനത്തെ CPI നേതൃത്വത്തെ വെട്ടിലാക്കുന്ന രീതിയിലായിരുന്നു. ഏറ്റവും പുതിയതായി നമുക്കറിയാം, ഗണേഷ് കുമാറിന്റെ അടക്കമുള്ള വിഷയത്തിൽ അല്ലെങ്കിൽ മുകേഷിന്റെ അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ആ വിഷയങ്ങളിലെല്ലാം ആനി രാജയുടെ പ്രതികരണം സംസ്ഥാന നേതൃത്വത്തെ വെട്ടിലാക്കുന്ന രീതിയിലായിരുന്നു. സംസ്ഥാന നേതൃത്വം ഒരു നിലപാടെടുക്കുമ്പോൾ ആ നിലപാടിന് വിരുദ്ധമായ സമീപനമാണ് ആനി രാജ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് ഇപ്പോൾ നേതൃത്വത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് വന്നത്. ഇതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ആനി രാജയെ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ ആനി രാജയുടെ പ്രസ്താവനകൾ കേന്ദ്ര നേതൃത്വം നിയന്ത്രിക്കണം എന്ന രീതിയിലേക്ക് ഒരു കത്ത് നൽകിയതായിട്ടുള്ള വാർത്തകൾ വന്നത്. എന്തായാലും ഇത്തരത്തിൽ നേരത്തെ കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്തും ഇത്തരത്തിൽ പരാമർശമുണ്ടാകുകയും കേന്ദ്ര നേതൃത്വത്തിന് കാനം കത്ത് നൽകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. സമാനമായ ഒരു സാഹചര്യമാണ് ഈ അടുത്ത സമയത്തെല്ലാം ആനി രാജയുടെ പ്രസ്താവനകൾ വന്നത്. CPIയെ പല രീതിയിൽ വെട്ടിലാക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കൂടിയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കത്ത് നൽകിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഈ കത്തിനെ നിഷേധിച്ചുകൊണ്ട് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്ത് വരികയും ചെയ്തു. വിനോദ്, തീർച്ചയായും CPIയുടെ ദേശീയ നേതാവായിട്ടുള്ള ആനി രാജയുടെ പ്രസ്താവനകൾ സംസ്ഥാന ഘടകത്തിന് വലിയ തലവേദനയാകുന്നു. അതുകൊണ്ട് ഇത്തരം പ്രസ്താവനകൾ വിലക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ഘടകം ദേശീയ നേതൃത്വത്തെ സമീപിച്ചു കഴിഞ്ഞു. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത്.